നമുക്കിന്ന് നാളികേരമൊന്നും ചേർക്കാതെ തന്നെ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ വറുത്തരച്ചിട്ടുള്ള ഒരു മുട്ടക്കറി, നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു മുട്ടക്കറി ഇനി ഉണ്ടാക്കാമെന്ന് കാണാം. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ച് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ നാടൻ രീതിയിലാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സാധാരണ നല്ല ജീരകവും 1/2 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ 3 ടീസ്പൂൺ മല്ലി, മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിയുടെ ടേസ്റ്റിൽ മുന്നിലായിട്ട് നിൽക്കണം. പിന്നെ ഇതിലേക്ക് 3 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക, ഒരു ഏലക്കായ, ഒരു വലിയ സൈസ് തക്കോല മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം, പിന്നെ 2 വറ്റൽമുളക് മുഴുവനോടെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല എരിവ് വേണ്ട ഒരു 4 വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1 സെൻറ്റിമീറ്റർ വലിപ്പത്തിലോ 1.5 സെൻറ്റിമീറ്റർ വലിപ്പം കാണും കറുവാപ്പട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നല്ല ബ്രൗൺ ഷെയ്ഡ് ആക്കുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ കൊഴുപ്പിനായിട്ട് 2 ചേരുവകൾ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ബ്രൗൺ ആയതിന് ശേഷം മാത്രം ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ഒന്നാമത്തത് കാഷ്യൂ ആണ് കേട്ടോ, കാഷ്യൂ. അപ്പോൾ ഇതൊക്കെ നല്ല മല്ലിയൊക്കെ നല്ല ബ്രൗൺ ഷെയ്ഡ് വരണം കേട്ടോ, നല്ലൊരു മണക്കം ഒന്ന് വരുമ്പോഴാണ് നമ്മൾ കാഷ്യൂ ചേർക്കേണ്ടത്. കാരണം ഇനിയുള്ള 2 ഐറ്റം ചേർക്കുമ്പോൾ അത് വേഗം പെട്ടെന്നായി കിട്ടും. കാഷ്യൂ പിന്നെ നമ്മൾ സവാളയാണ് ഇതിൽ ചേർക്കുന്നത്, അപ്പോൾ അതൊക്കെ പെട്ടെന്നാവുന്നതാണ്. അപ്പോൾ കാഷ്യൂ ഇട്ടതിന് ശേഷം കാഷ്യൂലൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ ഒന്ന് വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സൈസ് സവാളയാണ് കേട്ടോ, അതൊന്ന് ഇത്തിരി കനത്തിൽ തന്നെ അരിഞ്ഞിട്ട് നമുക്ക് റഫായി അരിഞ്ഞിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ സവാള വല്ലാണ്ടിട്ട് വഴറ്റണ്ട കേട്ടോ, ഒരു പച്ചമണം ആ ഒരു ചില്ല് പരിവം ആവുന്നതിന് തൊട്ട് മുന്നേ മതി കേട്ടോ, പച്ചപ്പൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അത് ആദ്യം ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 കോഴിമുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് നമുക്ക് വരഞ്ഞു കൊടുക്കാം ഇതിലേക്ക്. ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാലയൊക്കെ ഒന്ന് കയറാനും വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ മുട്ട വേവിക്കുന്ന വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വേവിച്ചോട്ടെ. അപ്പോൾ ഞാൻ 5 മുട്ടയുടെ 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലോണം മുട്ടയിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് നമ്മളിവിടെ 5 മുട്ടയും വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ മസാല ചൂടാറിയത് ആ പാനിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മുട്ട ഒന്ന് വഴച്ചെടുക്കുന്നത്. അപ്പോൾ ആ മസാലയുടെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ആ പാനിലത്തെ നമ്മൾ മിക്സി ജാറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കണ്ട കേട്ടോ, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഫ്ലെയിം ഓൺ ആക്കുക. എന്നിട്ട് നമുക്ക് ആ മുട്ടകളെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതായത് നമ്മുടെ മുട്ടകളെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത്ര മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഒരു വല്ലാണ്ടിട്ട് ഫ്രൈ ആക്കരുത് കേട്ടോ, അപ്പോൾ അത് ഭയങ്കര റബ്ബർ പോലെ ആയിരിക്കും ഈ മുട്ട. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ മിക്സി ജാറിലുള്ള മസാല ഒന്ന് ആദ്യം തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഡ്രൈ ആയിട്ട് തന്നെ, വെള്ളമൊന്നും ഒഴിക്കാതെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ചോറിലേക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ണ പോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ചപ്പാത്തിലേക്കൊക്കെ ഇത്തിരി തരിതരിപ്പായാലും കുഴപ്പമില്ല. ചിലർക്ക് ചിലപ്പോൾ ഇത്തിരി തരിതരിയായിട്ടുള്ളൊരു ഗ്രേവി അങ്ങനത്തെയൊക്കെയോ ഇഷ്ടം, അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ട് ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതിലുള്ള മുളകൊക്കെ ഒന്ന് വടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ, ടിഷ്യൂ കൊണ്ടോ തുണി കൊണ്ടോ ഒന്ന്, അല്ലെങ്കിൽ അത് കരിഞ്ഞ് പിടിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു വഴനല ഒന്ന് 2ആയിട്ട് കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 കതിര് വേപ്പില നല്ലോണം ഇട്ട് കൊടുക്കാം. വേപ്പില നല്ലോണം ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, നല്ല നാടൻ കറിയല്ലേ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് 3 ചെറിയ സൈസ് സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ വഴറ്റാൻ എടുത്തില്ലേ, അതുപോലെ തന്നെ കുഞ്ഞേ സൈസ് സവാളകളാണ് 3 എണ്ണം നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് എത്രയും ചെറുതായിട്ട് അരിയാൻ പറ്റുന്ന അത്രയും ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു മീഡിയം സൈസ് സവാളയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ എടുക്കാം. വലിയ സൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ ഒന്ന് മതിയാവും. ഇനി ഇതേ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചതച്ചെടുത്തതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. 8 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 1 സെൻറ്റിമീറ്റർ വലുപ്പത്തിലൊക്കെയുള്ള ഒരു ഇഞ്ചി കൂടി ചതച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. പച്ചമണം മാറിയാൽ മാത്രം പോരാ, ഒരു ബ്രൗൺ ഷെയ്ഡ് നല്ലോണം നന്നായി മൊരിഞ്ഞ് ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരുന്ന വരെ ഇപ്പോൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 2 ഇളക്കം ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ. ലേശം ഉപ്പ് ഈ സവാളയിലേക്ക് പിടിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതും കൂടി ഇട്ടിട്ടൊന്ന് ഇത്ര തന്നെ ഇളക്കിയാൽ മതിയാവും. ഇനി അപ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഈ മുളക് പൊടി അധികം ഇട്ടിട്ട് കരിയിക്കരുത് കേട്ടോ, അതിൻ്റെ കളറൊന്നും മാറ്റരുത്. ഇനി നമ്മൾ അരപ്പിട്ടിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുന്നുണ്ട്, അത്ര മതിയാവും. ഇനി അരപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്നും കൂടി ഒന്ന് ഫ്രൈ ഒരു മിനിറ്റൊക്കെ മതി കേട്ടോ. അരപ്പൊന്ന് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് മുരിഞ്ഞോട്ടെ. അപ്പോൾ ആ മിക്സി ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ചിറ്റിച്ചിട്ട് ഒഴിക്കണം. അപ്പോൾ അത് ഇപ്പോൾ ഒഴിക്കണ്ട, ഈ അരപ്പൊന്ന് 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ അതിൽ ആ മിക്സി ജാറിലേക്ക്
കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ചിറ്റിച്ചൊഴിക്കുക. പിന്നെ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ചപ്പാത്തിക്ക് ദോശയിലേക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു കനം തന്നെ മതി കേട്ടോ ഗ്രേവിക്ക്. ചോറിലേക്കാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഗ്രേവിയിലേക്കുള്ളത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇപ്പോൾ ഇത്ര കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചോറിലേക്കാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെ, കാരണം ഇത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നന്നായിട്ട് കുറുകി വരുന്ന ഒരു ഗ്രേവിയാണ് നമ്മുടെ. അപ്പോൾ വേണ്ട നല്ല ഈസി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് നിന്ന് വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി ആ മസാലയൊക്കെ ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട നല്ല വറുത്തരച്ച മുട്ടക്കറി റെഡി ആയിട്ട് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. നാളികേരം അങ്ങനെ ചെറുക്കാൻ നിൽക്കേണ്ട, നേരം കളയാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.